الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا قال تعالى في قرآنه الكريم بسم الله الرحمن الرحيم ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുന്നത്. സൂറത്ത് ഇസ്രായിലെ ഒരു വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ധന സമ്പാദനത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ധനവിനിയോഗം എന്നത് ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം നിർദ്ദേശങ്ങളും ഇസ്ലാമിലുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ അയാൾക്ക് അള്ളാഹു എത്ര കുറച്ച് നൽകിയാലും അയാൾ പിന്നീട് പ്രയാസപ്പെട്ടു പോകാതിരിക്കാൻ എങ്ങനെ ധനം കൈകാര്യം ചെയ്യണം എന്ന വശം എല്ലാ കാര്യങ്ങളിലും ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ധനം കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ അയാള് ഈ ആയത്തിൽ പറഞ്ഞതനുസരിച്ച് ആക്ഷേപിക്കപ്പെടുന്നവനും സങ്കടക്കാരനുമായി തീരുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് സമ്പത്ത്, നമുക്കറിയാം. ചിലർക്ക് അത് ഒരാളുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കാനൊന്നും കഴിയില്ല. ആരോഗ്യം കൊണ്ടൊന്നും സമ്പത്ത് നേടാൻ കഴിയില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് സംബന്ധമായി പറയുന്നത് അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും. എല്ലാവർക്കും തുല്യത ഉണ്ടാകണം, സോഷ്യലിസം വരണം എന്ന് ആഗ്രഹിക്കുന്ന സാമ്പത്തിക രംഗത്ത് അത് ആഗ്രഹിക്കുകയും അതാണ് ശരി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറയുന്നത് സാധ്യമല്ല, സാധിച്ചിട്ടുമില്ല. അത്തരം ദർശനങ്ങളൊക്കെ പരാജയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാണോ മഈശത്ത് ജീവിത മാർഗം തീരുമാനിക്കുന്നത്, വിഭജിച്ചു കൊടുക്കുന്നത്, അതോ നമ്മളോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, നമ്മളാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്
ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. നിന്റെ രക്ഷിതാവാണ് ചില ആളുകൾക്ക് കൂടുതൽ കൊടുക്കുന്നത്, ചിലർക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ചുരുക്കം ചിലർക്ക് കൂട്ടും. ഇത് അള്ളാഹു ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലക്ക് സമ്പത്ത് ഒരാളുടെ ശക്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നേടാവുന്നതല്ല എന്നും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ അതിലുണ്ട് എന്നും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. ചിലർക്കൊക്കെ ബിസിനസ്സൊക്കെ ഒന്ന് തുടങ്ങി കഴിയുമ്പോഴേക്ക് അങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ച് കോടീശ്വരന്മാരായി മാറും. വേറെ ചിലര് തൊട്ടതൊക്കെയും ഏതൊന്നിൽ ഇറങ്ങി തിരിച്ചാലും അവർക്ക് പരാജയം. അവിടെ ഒരു പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, പരാജയപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കുക, ആർക്കാണ് സമ്പത്ത് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് പടച്ചവൻ അറിയാം. നമ്മൾക്ക് ആ സമ്പത്ത് കൂടുതൽ കിട്ടിയിട്ട് നമ്മളെങ്ങാനും മോശക്കാരാകുകയാണെങ്കിലോ നമുക്ക് കൈപറിയില്ല. കാരണം സമ്പത്ത് കൊന്നുകൂടിയപ്പം നിരീശ്വരവാദികളും തെമ്മാടികളും വൃത്തികെട്ടവരുമായ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു വശം ഒറ്റ പോയിന്റ് സൂചിപ്പിച്ചത് മാത്രം. ഇനി ഈ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ചെലവഴിക്കേണ്ടതാണ്. എല്ലാവർക്കും കാശ് കിട്ടും. കാശ് കിട്ടാത്ത ആൾക്കാരുണ്ടാവില്ല. ഈ ഖുതുബ നിങ്ങളെ മനസ്സിൽ കുറിച്ച് വെച്ചോളി. അത്രയും പ്രാധാന്യം അർഹിക്കുന്ന വശം ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിച്ചു വരുന്നുണ്ട്. സമ്പത്ത് എല്ലാവർക്കും കിട്ടും, എന്നാൽ കാശ് കൈകാര്യം ചെയ്യാനാണ് പഠിക്കേണ്ടത്. ആ കിട്ടുന്നത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ഖുർആൻ അത് സംബന്ധമായി പറഞ്ഞു, വലാ തുഅ്തുസ് സുഫഹാ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമാ. നിങ്ങളുടെ നിലനിൽപ്പാണ് സമ്പത്ത്. അത് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് അയച്ചു കൊടുക്കരുത്. കണ്ണൂരിൽ ഒരു ഗൾഫുകാരനായ 40 വർഷത്തോളം എന്നാൻ്റെ ഓർമ്മ ഗൾഫിൽ ജോലി ചെയ്ത നമ്മുടെ പേരുള്ള ഒരു സഹോദരൻ, മുസ്ലിമായ സഹോദരൻ, അയാള് രാവിലെ കുപ്പത്തൊട്ടി വൃത്തിയാക്കാൻ വരുന്ന ആളുകൾ ഒരു ഞരക്കം കേട്ട് നോക്കിയപ്പം ഒരു പ്രായമായ മനുഷ്യൻ അവിടെ കിടന്ന് ഞരങ്ങുകയാണ്. അങ്ങനെ അയാൾക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ എടുത്ത് പരിശോധിച്ച് അന്വേഷിച്ച് നോക്കിയപ്പം കിട്ടുന്ന സമ്പത്ത് മുഴുവനും ഭാര്യയെ വിശ്വസിച്ച് അവള് കൈകാര്യം ചെയ്യുമെന്ന് വിചാരിച്ച് ഭാര്യക്കും മക്കൾക്കും അയച്ചു കൊടുത്ത് അവസാനം ഇയാള് രോഗിയായി ഗൾഫിൽ നിന്ന് നീണ്ട വർഷം രോഗത്തിനടിമയായി തൻ്റെ എല്ലാ സമ്പാദ്യവും ഈ സ്ത്രീക്കും കുടുംബത്തിനും അയച്ചു കൊടുത്തിട്ട് അവസാനം ഇദ്ദേഹത്തിന് ഒരു നയാ പൈസയും ഇയാളെ അക്കൗണ്ടിലില്ലാതെ പുറത്തു കൊണ്ടുപോയി ഇട്ട ഒരു രംഗമായിരുന്നു അത്. ഞാൻ പറഞ്ഞതെന്താ, കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത നിലയിൽ ആളുകളെ ഏൽപ്പിക്കരുത്. ഭാര്യയാകട്ടെ മക്കളാകട്ടെ. മറ്റൊന്ന്, ഹദീസിൽ പറഞ്ഞിരിക്കുന്ന വശം ഞാൻ അങ്ങോട്ട് വരാൻ, നമ്മളെ കയ്യിൽ എപ്പോഴും കാശ് വേണം. അതാണ് മറ്റൊരു കാര്യം. ഇനി അതേപോലെ തന്നെ ഈ സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ അത്യാവശ്യവും ആവശ്യവും അനാവശ്യവും ഉണ്ടല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ വീട്, ഒരാളുടെ ഭക്ഷണം, മക്കളുടെയും കുടുംബത്തിന്റെയും ഭക്ഷണവും വസ്ത്രവും ജീവിത സൗകര്യങ്ങളും, ഇതൊന്നും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അത് ഒരു തറ കെട്ടി ആ തറക്ക് തന്നെ 50 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഉറുപ്പിക ചെലവാക്കി വലിയ തറ കെട്ടി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യും? അങ്ങനത്തെ കുറെ ഗൾഫുകാരും തുടങ്ങി വെച്ച ആൾക്കാരുണ്ട്. ഇതിനാണ് വിഡ്ഢിത്തം എന്ന് പറയുക. അവനവന്റെ കൊക്കിലൊതുങ്ങുന്ന അവനവന്റെ സമ്പത്തിനും സൗകര്യങ്ങൾ എത്ര ഉണ്ടോ തനിക്ക് സംഘടിപ്പിക്കാൻ കഴിയോ അതിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം വീട്. അതിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം
ഇപ്പം മീൻ വാങ്ങാൻ ഒരാള് ഇറങ്ങിത്തിരിക്കുകയാണ്, അയാൾക്ക് ഉള്ള വരുമാനം എത്ര ഉണ്ട് ഒരു ദിവസം എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മീനെ അയാൾ കാശ് കൊടുത്ത് വാങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അപകടമാണ്. വീട്ടിൽ നിന്ന് ഇന്നത് വാങ്ങാൻ ഇന്നത് ചെയ്യാൻ എന്ന് പറയുന്നവരുണ്ടാവും. സ്ത്രീകള് ആവശ്യം നോക്കണം എന്ന് പറഞ്ഞതാണ്. ഒരുപാട് ചെടികള്, അതിന് ഓരോ ചെടിക്കും 1000, 200, 300, 500 കൊടുത്ത് ചെടിച്ചട്ടി കൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. അതിനു മാത്രം ആവശ്യവും അനാവശ്യവും നോക്കാതെ അവള് പറഞ്ഞതിനനുസരിച്ച് വാങ്ങിക്കൊടുത്താൽ പറ്റില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണം. ആ നിലക്ക് തന്റെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം. ചെടിച്ചട്ടി വാങ്ങാൻ കഴിയില്ലേ, ഗ്രോ ബാഗ് വാങ്ങിയിട്ടെങ്കിലും ചെടികൾ നട്ടുപഠിക്കട്ടെ. സമ്പത്ത് എത്ര ഉള്ളുവെങ്കിൽ. കാരണം അതല്ല ആവശ്യമെന്നത്. മരുന്ന് വാങ്ങാൻ, ഭക്ഷണത്തിന്, ഇവരുടെ ജീവിത ചെലവുകൾക്ക് എല്ലാം ഈ ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ നിയന്ത്രണം എപ്പോഴും ആരാണോ കുടുംബം ഭരിക്കുന്നത് അയാളുടെ കയ്യിലായിരിക്കണം. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം എന്ന് ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ആണുങ്ങളെ സ്ഥാനം പറഞ്ഞെടുത്ത് പറഞ്ഞല്ലോ, അവർ അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനാലും ചെലവഴിക്കുന്നതിനാലും. എന്നാൽ അപൂർവം ചില സ്ത്രീകൾക്ക് ഇത് നിയന്ത്രിച്ചു കൊണ്ട് നടക്കാൻ കഴിവുണ്ട് എങ്കിൽ ഭർത്താവിന് അവരെ കൂട്ടുപിടിച്ച് ആ നിലക്ക് കൈകാര്യം ചെയ്യണ്ട എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത് ഇങ്ങനെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും മനസ്സിലാക്കി ചെലവഴിക്കണം എന്ന്. ആ ഘട്ടത്തിലാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓതി വെച്ച ആയത്ത്, നീ നിന്റെ കൈകളെ പെരടിയിൽ ബന്ധിച്ചവനെ പോലെ നീ ആകരുത്. തീർത്തു അങ്ങ് അയച്ചിട്ട് കൊടുക്കുന്നവനും ആകരുത്. അപ്പൊ നിനക്ക് സ്വന്തം തന്നെ വിഷമിക്കേണ്ട ഒരു ഘട്ടം വരും. നിന്നെ ആൾക്കാർ ആക്ഷേപിക്കും. അന്ന് ഓന് യാതൊരു നോട്ടും ഇല്ലായിരുന്നില്ലേ, അത് കൊടുത്തിട്ടല്ലേ, അല്ലെങ്കിൽ ഓനെ നശിപ്പിച്ചിട്ടല്ലേ ഇപ്പൊ നമ്മളെടുത്ത് വായ്പക്ക് വരേണ്ടി വന്നത് അല്ലെ. ഓന്റെ പെണ്ണുങ്ങൾ പോലും ആ കാര്യം ശ്രദ്ധിച്ചില്ലല്ലോ. കണ്ടോ ആക്ഷേപം വരുന്നുണ്ടോ? സങ്കടം. എന്താ, ഞാൻ അത്രയും കാശുണ്ടായിട്ട് കുറച്ചൊന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ. ഇനി നടക്കുവോ? നടക്കൂല. കൊറോണ വന്ന് വിഴുങ്ങി, ദാരിദ്ര്യം വന്ന് വിഴുങ്ങി, പ്രയാസം വന്ന് വിഴുങ്ങി. ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നിലക്കുള്ള ആക്ഷേപത്തിന് വിധേയനാകേണ്ടി വരും. സങ്കടം ഉണ്ടാകും. ശ്രദ്ധിക്കണമെന്ന്. ഇനി നമ്മൾ ചെലവഴിക്കുന്ന, വീട്ടിനും കുടുംബത്തിനും ചെലവഴിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ചെലവഴിക്കുന്നുണ്ട്. ഒരു നിയ്യത്ത്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്, വീട്ടിന് ചെലവഴിക്കുന്നത് സദഖയാണ്. നമ്മൾ ചെലവഴിക്കാറുണ്ട്, പക്ഷെ നിയ്യത്തുണ്ടോ? അതാണ് നീ ഭക്ഷിക്കുകയാണെങ്കിൽ ഓളെ ഭക്ഷിപ്പിക്കണം, പട്ടിണി എടുത്തരുത്. നീ ഇതൊക്കെ നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെയും ധരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവൾക്കും നൽകണം. എന്നിട്ട് എത്ര വരെ നബി പറഞ്ഞു, അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ച് ഏത് കാര്യം നീ സദാ ചെലവഴിച്ചാലും നിനക്ക് കൂലിണ്ട്. നിന്റെ ഭാര്യക്ക് നീ ഭക്ഷണം നൽകുന്നത് വരെ, കുടുംബത്തിന് ഭക്ഷണം നൽകുന്നത് വരെ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ചെലവഴിക്കുക എന്നത് വളരെയേറെ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പുണ്യം ലഭിക്കുന്നതോടുകൂടെ ഈ ചെലവഴിക്കുന്നതിൽ പ്ലാനിങ് ഉണ്ടാകണം. മനസ്സിലായോ? നമ്മക്കറിയാം, നമ്മളെ നാട്ടിൽ വിറയേറിക്കൊണ്ടിരിക്കുമ്പോ ഗ്യാസിന്റെ വില കൂടി, അതുപോലെ പെട്രോളിന്റെ വില കൂടി, അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില കൂടിക്കൊണ്ടേയിരിക്കാം. വരുമാനത്തിലോ ഒരു കൂടലുമില്ല. അപ്പോഴും ജീവിക്കണം, അപ്പോഴും ആവശ്യമുണ്ട്, ആവശ്യങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇവിടെയാണ് ഒരു സത്യവിശ്വാസി നേരത്തെ പറഞ്ഞിരിക്കുന്ന അയാൾക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവനാകേണ്ടത്. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഇനി നിങ്ങൾ നോക്ക്, ചിലർക്ക് വീട്, അതിനു വേണ്ടി ഒരു പെയിന്റിങ്ങിന് പോലും എത്ര കാശാ ചെലവഴിക്കുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? ആവശ്യമില്ലാത്ത ഒരുപാട്. എന്നിട്ട് അതുപോലെ വസ്ത്രം ഒരു കണക്കുമില്ലാതെ ആ ഭാര്യ എന്ത് പറയുന്നുവോ, കുടുംബം എന്ത് പറയുന്നുവോ, ആ കല്യാണത്തിന് പോകാനും അടുത്ത കല്യാണത്തിന് പോകാനും മാസങ്ങൾ തികഞ്ഞിട്ടില്ല, അതിൻ്റെ അടുത്തോ കാശ് കൊണ്ടുപോയി ചെലവഴിക്കുകയാണ്. അങ്ങനെ ആകുന്ന ഒരാളാകരുത് മുഅ്മിനായ മനുഷ്യൻ. എന്നിട്ട് ആ ഒരു ഷർട്ടിനൊത്ത അല്ലെങ്കിൽ ആ ഒരു ഇതിന് മാച്ച് ചെയ്യാൻ വേണ്ടി നിരവധി ടെക്സ്റ്റൈലുകൾ കാറിൽ സഞ്ചരിച്ച് തേടുകയാണ് കിട്ടാൻ വേണ്ടി. ഒരു കണക്കൊന്നുമില്ല. എവിടെ? അവിടെ അല്ല അപ്പുറത്ത് പോവുക, അവിടെ അല്ല അപ്പുറത്ത് പോവുക. എന്തിന്? ഇത് വാങ്ങി തിരിച്ചു വരുമ്പോൾ അയാൾ മരിച്ചതിന് വരും. ഇത് ഉപയോഗിക്കുന്ന ആരാൾ മുമ്പിൽ വന്ന് പ്രൗഢിക്ക് വേണ്ടി ലേശം കളറ് മാറിപ്പോയാലെന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ അയാളുടെ ഇതൊന്നും കണക്കാക്കി അനാവശ്യമായ നിലയിൽ നീങ്ങുന്ന ആളാകരുത് എന്നതാണ്. അതുകൊണ്ടാണ് വലാ തുബദ്ദിർ തബ്ദീറ എന്ന് പറഞ്ഞത്. ചെലവഴിക്കുന്ന വിഷയ പറഞ്ഞത് ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, നമുക്കറിയാവുന്ന ആയത്താണ്. പിശാചിന്റെ കൂട്ടാളികളാണ്. ഇനി ഇതിന്റെയൊക്കെ കാരണം എന്താ? ജോലി. എത്ര സുഖസുന്ദരമായി ജീവിച്ച ആൾക്കാരായിരുന്നു നമ്മൾ കൊറോണന്റെ മുമ്പ്. കുറെ ആൾക്കാർ, അവരൊക്കെ അവസ്ഥ പിന്നെ എന്തായത്? കൊറോണ വന്നതോടുകൂടി 1.25 കോടി ഒരൊറ്റ പ്രാവശ്യം പൊട്ടിപ്പോയ ആളുകൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം മറ്റു രാജ്യത്ത് നിന്ന് സാധനം ഇങ്ങോട്ട് എത്തി, ഇവിടെ എത്തിയപ്പോഴോ കൊറോണ ആയതുകൊണ്ട് ചെലവഴിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ തന്നെ നശിച്ചുപോയി. ചിന്തിച്ചു നോക്ക്, ഇയാളുടെ ആസ്തി മുഴുവനും തീർന്ന സാഹചര്യം ഉണ്ടായേക്കാം. മറ്റൊന്ന്, ചെറിയൊരു രോഗം ഒന്ന് കാണിച്ചു ഡോക്ടറെ, അപ്പം പറഞ്ഞു അതാണ് എന്ന്, ഗൗരവമുള്ള രോഗമാണ്. വീണ്ടും ചികിത്സ. അങ്ങനെ അയാൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അതിനേക്കാൾ കഴിവുള്ള പ്രത്യേകമായ ഹോസ്പിറ്റലിലേക്ക് പോയി കാശ് ചെലവഴിച്ച് അയാളുടെ സമ്പത്ത് മുഴുവനും തീർന്നു പോയേക്കാവുന്ന സാഹചര്യത്തിലേക്ക് രോഗം അയാളെ എത്തിക്കാം. മനസ്സിലാണ്ടോ? അപ്പൊ മനുഷ്യന്മാരെ മുമ്പിൽ ബക്കറ്റോ അല്ലെങ്കിൽ പാത്രോ അല്ലെങ്കിൽ ആളോട് വായ്പയോ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. പ്രായം മറ്റൊന്ന് ആയിക്കഴിയുമ്പോ നമ്മൾ ആർക്കും വേണ്ടി വരൂല മനുഷ്യരെ. കാശുണ്ടോ? മക്കൾ അടിയായിരിക്കും നോക്കാൻ. ഞാൻ നോക്കാം വാപ്പാന്, ഞാൻ നോക്കാം ഉമ്മാന്. കാരണം വാപ്പാക്ക് പെൻഷനായിട്ട് ഇത്ര വരാനുണ്ട്. അങ്ങനത്തെ കുടുംബങ്ങളില്ലേ? ഒരുപാട് ആൾക്കാരുണ്ടാവും നോക്കാൻ. പക്ഷേ ആ ഒരു നിലപാടിൽ ഒന്നുമില്ലാത്ത ഒരാളായി എല്ലാം ചെലവഴിച്ച് തീർത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഇല്ലാത്ത പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എടുത്തു വെച്ചിട്ടില്ല എങ്കിൽ അയാൾ കഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ വിട്ടിട്ടില്ല, കേട്ട ഹദീസ് തന്നെ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുക. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹയാത്തക ഖബല മൗതിക, എനിക്കൊരു മരണം വരാൻ വന്നത്, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിത കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സിഹ്ഹതക ഖബല സഖമിക, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താ? നിനക്ക് ആരോഗ്യമുണ്ട്, അത് നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് ആ ആരോഗ്യം നശിക്കാം. ഒരു നിമിഷ നേരം മതി ഒരു ചെറിയ സ്ട്രോക്ക് വന്ന് തളർന്നു പോകാൻ. ഒരു ചെറിയൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങി നേരത്തെ ഞാൻ സൂചിപ്പിച്ച് എല്ലാം തകർന്ന് വ്യക്തിയിലേക്ക് എത്താം. മൂന്നാമത്തത് ഫറാഗക ഖബല ശുഗ്ലിക, നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് ഒഴിവ് സമയം വിവാദത്തിനും ബാക്കിയുള്ളതിനും ഉപയോഗപ്പെടുത്തുക. അതോടെ നിൽക്കട്ടെ. ശബാബക ഖബല ഹറമിക, കണ്ടോ? ആരോഗ്യം നശിക്കും. എങ്ങനെയാ നശിക്കുക? ഓരോ രോമങ്ങൾ വെളുക്കാനും കറുക്കാനും ഒക്കെ മാറാൻ തുടങ്ങും. അത് മാറി കണ്ണുകൾക്ക് കാഴ്ച ജസ്റ്റ് ഷോർട്ട് സൈറ്റ് ആണ് പ്രശ്നം എന്നതിൽ തുടങ്ങി ലോങ് സൈറ്റും ദീർഘകാഴ്ചയും നഷ്ടപ്പെട്ട് കൈകാലുകൾ ചുക്കിച്ചുളിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വാർദ്ധക്യ സഹജമായ അവസ്ഥയിലേക്ക് നീ നീങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിനക്ക് കാശിനെമ്പാടും ആവശ്യമുണ്ടാവും. ആരോഗ്യമുള്ള സമയത്ത് അത് സൂക്ഷിച്ചു വെക്കണം. അടുത്തത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. എപ്പോഴാ ദാരിദ്ര്യം വരിക പറയാൻ പറ്റൂല. എങ്ങനെയാ വരിക? ഒരിക്കലും വിചാരിച്ചില്ലല്ലേ. ആ കച്ചവടം പൊട്ടിപ്പോന്നു, പൊട്ടിയില്ലേ, തകർന്നില്ലേ?
ആൾക്കാരെ വിചാരം ഒരിക്കലും തകരൂല എന്നാണ്. എങ്കിൽ തകർന്നേക്കാം. അതുകൊണ്ട് ആ ദാരിദ്ര്യത്തിലേക്ക് നീ അന്ന് ഉള്ള അവസരത്തിൽ നിനക്ക് ഏറ്റവും വിലപിടിപ്പുള്ള മീനെ വേണ്ടിയിരുന്നു അല്ലെ, 5 നേരവും അല്ലെങ്കിൽ 4 നേരവും ഭക്ഷണത്തിന് ഏറ്റവും മുന്തിയ ഭക്ഷണമേ വേണ്ടിയിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു പ്രയാസം വരുന്ന ആലോചിച്ചിട്ടില്ല അല്ലെ. എങ്കിൽ ഹദീസ് ഇതൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ കാര്യത്തിൽ, അയാളുടെ സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. മറ്റൊന്ന്, വസിയത്ത് പോലും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് എത്ര? 1/3 മാത്രം, അതിൽ കൂടുതലാകരുത്. എന്താ കാരണം? അതിന്റെ കാരണം ഇന്നക ഇൻ അൻതദറ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന നാസ്. നിന്റെ അനന്തരാവകാശികൾ പോലും ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഇത്രേ നീ വസിയത്ത് ചെയ്യാവൂ. അപ്പൊ നമ്മക്ക് മാത്രം സമ്പാദിച്ചാൽ പോരാ, ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും അവിടെ വെച്ചേക്കി എന്ന ഒരു കൽപ്പന. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ മക്കള് കഷ്ടപ്പെട്ടു പോകരുത്, കുടുംബത്തിലെ മറ്റുള്ളവർ വിഷമിക്കരുത്. അതിനു വേണ്ടി ആ സമ്പാദ്യത്തെ നീ കുടുംബത്തിന് വേണ്ടി ബാക്കി വെക്കണം. മനസ്സിലായോ? ഇനി ചെലവഴിക്കുന്ന വിഷയത്തിൽ നിർബന്ധമായ ചില വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സക്കാത്ത്. നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ സക്കാത്തിന്റെ കാര്യവും മറ്റുമൊക്കെ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തില് പറയുന്നത് എപ്പോഴാണെന്നറിയോ? വഅതൽ മാല അലാ ഹബ്ബിഹി ദബിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബ്നിസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്. എന്നിട്ട്, അതായത് അടിമത്ത മോചനത്തിന് ചോദിച്ചു വരുന്നവർക്ക്, അതുപോലെ സ്വദേശം വിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, മിസ്കീനായ ആളുകള്, സാധുക്കളായ ആൾക്കാര്, കുടുംബക്കാര്, ഇവർക്കൊക്കെ നിന്റെ സമ്പത്ത് കൊടുക്കണം. എന്നിട്ട് അതിന്റെ ശേഷമാണ് പറയുന്നത് സക്കാത്തിന്. അതിന്റെ ശേഷം പറഞ്ഞത് അതിനെന്താ മനസ്സിലാകുന്നത്? നിർബന്ധമായും കൊടുക്കേണ്ട ദാനം എന്ന നിലയിൽ സക്കാത്ത് അല്ലാത്ത സാഹചര്യവും ഉണ്ടാകും. നിന്റെ കയ്യിൽ അതിന് വേണം. മാ സലക്കകും ഫീ സഖർ. എന്താ നിങ്ങൾ സഖർ എന്ന നരകത്ത് പ്രവേശിക്കാൻ കാരണം? ഒന്ന്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിച്ചിരുന്നില്ല. രണ്ടാമത്തത്, വലം നകു നുതഇമുൽ മിസ്കീൻ, അവിടെ സക്കാത്തല്ല, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ല. എന്റെ കൈക്ക് ആകുന്നതുണ്ടായിരുന്നു, അത് കൊടുത്തില്ല. അപ്പൊ അത് കൊടുക്കല് നിർബന്ധമാണല്ലേ? എല്ലാവർക്കും അർത്ഥം മനസ്സിലായി? അറിയാലോ, മതനിഷേധി, അനാഥകളെ പരിഗണിക്കാത്തവനാണ്, ആട്ടി ഓടിക്കുന്നവനാണ്. അതിന്റെ അർത്ഥം എന്താ? സക്കാത്ത പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അല്ല. അതുപോലെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും കൊടുക്കാൻ നമ്മളുടെ കൈകളിൽ ഉണ്ടാകണം. ഇനി നിങ്ങൾ നോക്ക്, എങ്ങനെയാ കാശുണ്ടാകുന്നത് ഉംറക്ക് പോകാൻ, എങ്ങനെയാ കാശുണ്ടാകുന്നത് ഹജ്ജിന് പോകാൻ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉള്ളത് തീർക്കുന്നവരാകരുത്. പടച്ചോനെ, എനിക്ക് ഹലാലായ സമ്പാദ്യത്തെ ഞാൻ ഇത്ര നീക്കിവെച്ച് സദഖ ചെയ്യണം. പള്ളികളിൽ നിരന്തരമായ പിരിവ്, ചാരിറ്റി പ്രവർത്തനങ്ങള്. പിന്നെ ഈ കൂടത്തായി എന്ന പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതിന്റെ കലക്ഷൻ നടത്തിയിരുന്നു. ഒരിക്കലും ശ്രദ്ധയപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുംട്ടിക്കച്ചവടം നടത്തുന്ന ഒരാള്, അയാളൊരു കുംട്ടിക്കച്ചവടക്കാരനാണ്. വളരെ ചെറിയ കുറച്ച് മിഠായും കാര്യങ്ങൾക്ക് വെച്ചുകൊണ്ടുള്ള ചെറിയൊരു ഏർപ്പാട്. എന്നിട്ട് അദ്ദേഹം കിട്ടുന്ന കാശിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ വെറുതെ ഒരു 100-200 ഒക്കെ ഒരു ചെറിയ പെട്ടിയിൽ നിക്ഷേപിച്ചു. അയാൾക്ക് കളക്ഷന് ചെന്നപ്പോ അയാള് ഒരു കീസ് നമ്മളെ കയ്യിൽ എടുത്തു തന്ന് അത് എണ്ണി നോക്കിയപ്പോ 60,000 രൂപ ഉണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ട് അയാൾ സമ്പാദിച്ചതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ മനുഷ്യൻ ഇത്രയും കാശ് തരണമെങ്കിൽ അയാൾക്ക് ആ പള്ളി ഇപ്പൊ അൽഹംദുലില്ലാ ജമാഅത്തിന് ആളുകള്, ജുമുഅക്ക് നിറച്ച ആളുകള്, അതിനോടനുബന്ധിച്ച ക്ലാസ്സുകള്, മരിച്ചതിന് ശേഷവും അയാൾക്ക് പ്രതിഫലം കിട്ടൂലേ? ഇങ്ങനെ കാശുണ്ടാക്കല്, ഇങ്ങനെ സദഖ ചെയ്യല്. ഉദ്ഹിയത്ത്, ഇന്നാ ഉദ്ഹിയത്ത് അല്ല, ഒരു ഉദ്ഹിയത്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലണ്ട്. അപ്പൊ ആ കൊല്ലം ആകുമ്പോഴേക്ക് 12ാമത്തെ മാസം ആകുമ്പോഴേക്ക് ഒരു 100 രൂപ എടുത്ത് വെച്ച്, ഒരു 250 എടുത്തു വെച്ച് ഉദ്ഹിയത്തിന് കാശായി. ഒരു പണിയൊന്നുമില്ല. സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യാം. അങ്ങനെ എത്രയോ സ്ത്രീകള് ഈ പാവപ്പെട്ട ഏരിയയിലൊക്കെ ഉദ്ഹിയത്തിന്റെ ഭക്ഷണം മാംസെത്തിച്ചു കൊടുക്കാൻ സഹകരിക്കുന്ന എത്രയോ സ്ത്രീകളുടെ ഒരു വർഷം കൊണ്ട് അവരാ കാശുണ്ടാക്കുന്നത്. സ്ത്രീകൾക്കും അതാകാം സദഖ, സ്ത്രീകൾക്കും ആകാം.
വരുന്ന ഒരുപാട് കളക്ഷനുകൾ നടക്കുന്നുണ്ടല്ലോ. അതിലൊക്കെ തന്നെയും നമ്മൾക്ക് സഹകരിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ വേണം. ഉള്ളത് മതി, ആരാ നമ്മളോട് ഒന്നായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ നിലക്ക് അതിനൊക്കെ തന്നെയും ഇനിയും ബാക്കിയുണ്ടോ? ഹജ്ജിന് പോകാം, ഉംറക്ക് പോകാം. ഇത് ചെലവഴിക്കുന്നതിൽ കൃത്യമായ ഒരു പിടുത്തം നമ്മളുടെ വശമുണ്ടാകണം. മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? എന്തിനാണ് കാശ്? എന്തിനാണ് നിനക്ക് കാശ്? എത്ര വേണം? ചിലപ്പോ സ്കൂളിൽ നിന്ന് ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞു വരും. അത് എന്ത് ടൈം ടേബിൾ? ആര് പറഞ്ഞു? അന്വേഷിച്ച് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും കുട്ടികൾ ചെലവഴിക്കൂ. അത് അങ്ങനെ നശിക്കാൻ പാടില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇത്ര കൃത്യമായും നമ്മൾക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത പുലർത്തിയാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കി ജീവിക്കാൻ കഴിയും. എത്ര കുറച്ചാ റബ്ബ് തന്നതെങ്കിലും അതിലൊക്കെ നമ്മൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ഒരു പുണ്യം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി വേറെ ചിലരുണ്ട്. ഇപ്പോ ഒരു സംഭവം നമുക്കറിയാലോ. അബ്ദുറഹ്മാൻ അഫ്റുല്ലാന്റെ അടുക്കൽ വന്നുകൊണ്ട് നബി അലൈഹി സ്വലാം വല്ലതും സഹായിക്കണം എന്ന് പറയുന്നു. ആർക്കും ഒന്നുമില്ല, ആരെ കയ്യിലും. അങ്ങനെ അബ്ദുറഹ്മാൻ അഫ്റുല്ലാന്റെ അടുക്കൽ അയാള് പോകാൻ പറഞ്ഞു നബി. അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഭാര്യയുമായിട്ട് ഭയങ്കര ശണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണല്ലോ ചോദിക്കുന്നത്. സലാം പറഞ്ഞു കേട്ടില്ല. അയാൾ തിരിച്ചു പോവാ. അപ്പൊ അബ്ദുറഹ്മാൻ വിളിച്ചോ, അല്ല എന്താണ് പ്രശ്നം? നിങ്ങൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതാണ്, വല്ല പ്രയാസമായ അവസ്ഥയാണ്, എന്നെ സഹായിക്കണം, താങ്കളുടെ അടുത്തേക്ക് ചെന്നാൽ കിട്ടുമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുമായി ശണ്ട കൂടുന്നുണ്ട് പോയതല്ലേ. എന്നാൽ ആ ശണ്ട കൂടി എന്തിനാണെന്നറിയോ? ഒരു വിളക്കിന്റെ തിരി അത് കത്തിക്കെടുന്ന് തീർന്നതിന്റെ മുമ്പ് ഭാര്യ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് അത് അവിടെ കിടന്നാ കത്തുന്നത്. വീട്ടിൽ കിടന്ന് കത്തിയാൽ ആ സമയം അത്രയും വെളിച്ചം വീട്ടിൽ കിട്ടുമല്ലോ. അങ്ങനെ പിശുക്കി പിടിച്ചിട്ടാണ് നിന്നെ പോലെയുള്ള ആളുകൾക്ക് സദഖ നൽകുന്നത്. അപ്പൊ ആവശ്യമില്ലെങ്കിൽ ലൈറ്റ് ഓഫാക്കണം, വെറുതെ കത്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലേ കാശ് ഉണ്ടാവും. ഇതൊരു നിർദ്ദേശം നോക്കി നിങ്ങള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ പെടാനും നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഈനു ബിഹി വ നതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഉസീകും സാനിയൻ വ ഇയ്യായ തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. സഹോദരങ്ങൾ, നമ്മളുടെ നാട്ടിൽ മുനമ്പത്ത് ഒരു വഖഫ് പ്രശ്നവുമായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരണങ്ങൾ നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലം ജിഹാദ്, പിന്നെ കൊറോണ ജിഹാദായി, പിന്നെ മാർക്ക് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, അതുപോലെ തന്നെ ഇപ്പോൾ ലാൻഡ് ജിഹാദ്, ഭൂമി. ഇത് ആ പ്രയോഗങ്ങൾ തന്നെ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇത് രാഷ്ട്രീയ പാർട്ടികളായ ആളുകൾ അവർ മുതലെടുപ്പിന് വേണ്ടി മുസ്ലിമുകളുടെ വോട്ട് ബാങ്ക് ഉപയോഗപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വശം, ആ വശത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥ നിലനിന്ന് കാണണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നാട്ടിലൊരു പ്രശ്നം അതിൻ്റെ പേരിൽ ഉണ്ടാകാനും പാടില്ല. വഖഫ് എന്നത് ഇസ്ലാം അനുവദിച്ചൊരു കാര്യം. പദക്ക് അല്ലെങ്കിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് നേരെ പദത്തിനർത്ഥം തടഞ്ഞു വെക്കുക എന്നാണ്. എന്നാൽ ഇസ്ലാമിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യകരമായ ഒരു കാര്യത്തിനു വേണ്ടി മരണത്തിൻ്റെ മുമ്പോ മരണശേഷം വസിയത്തായിട്ടോ ഉപകാരപ്രദമായ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ മതപരമായ കാര്യങ്ങൾക്കോ വേണ്ടി അനശ്വരമായ നിലയിൽ നീക്കി വെക്കുന്ന സമ്പത്ത്. ഇതാണ് ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത്. അതിലേതുവരെ ഉണ്ട്?
കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്നത് വരെ വഖഫ് ചെയ്യാറുണ്ട്. ആളുകൾക്ക് വെള്ളം കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന കിണർ വരെ ദാനം ചെയ്യാറുണ്ട്. ജലസേചന പദ്ധതി, ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ എന്തിനാണ് ഇത് എതിർക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ദോഷമാണ് ഈ ലോകത്ത് അതുകൊണ്ടുള്ളത്? എന്നാൽ ഇസ്ലാമിൽ അതിലുള്ള നിബന്ധനകൾ അത് കൈകാര്യം ചെയ്ത് അനശ്വരമായിരിക്കണം. കൈകാര്യം ചെയ്യുന്നത് മുത്തവല്ലി, ഈമാനും ഇസ്ലാമും ഒക്കെ ഉള്ള മുഅ്മിനായ ഒരു മനുഷ്യനാ കൈകാര്യം ചെയ്യേണ്ടത്. അത് നശിച്ചു പോയിക്കൂടാ, അത് നിലനിൽക്കണം. അതിൻ്റെ ഉപകാരം അയാൾ വഖഫ് ചെയ്ത ആള് എന്ത് ലക്ഷ്യത്തിനാണോ ആ ലക്ഷ്യം നേടണം. ഹറാമായ കാര്യങ്ങൾക്കല്ല. മനസ്സിലായോ? ജാറുണ്ടാക്കാൻ വഖഫ് ചെയ്തതല്ല. ഇതൊക്കെ ഹറാമും ശിർക്കുമായ വിഷയങ്ങൾക്ക് പാടില്ല. അത് മറ്റൊരു കാര്യമാണ്. ഈ നിലക്ക് മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഒരാളും അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും വേൽക്കാർക്ക് ഒരു നഷ്ടമുള്ള വിഷയമല്ല. നോക്കണം, വിശ്വാസത്തിന്റെ പ്രാധാന്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശ്വാസത്തിന്റെ പ്രാധാന്യമാണ് അടുത്ത തലമുറക്ക് പോലും നമ്മളുടെ ഈ മാനുഷികമായ സഹായങ്ങൾ ചാരിറ്റിയായിട്ടും അല്ലാത്തായിട്ടും എത്തണമെന്ന്. എന്തൊരു അത്ഭുതം നിങ്ങൾ നോക്കി. ഇതിനെയാണ് ഈ എതിർക്കുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആ ബില്ലിനെ നമ്മൾ എതിർക്കുന്നത് ദുരുദ്ദേശപരമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടാണ്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല എന്നത്. കാരണം അത് ഈ സംവിധാനം തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ഭാഗമാണ്. മൻ സന്ന സുന്നത്തം ഫിൽ ഇസ്ലാം, നല്ലൊരു കാര്യം ദീനിൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവനതിൻ്റെ പ്രതിഫലമുണ്ട്. അത് ഏറ്റെടുക്കുന്ന ആളുകൾക്കെല്ലാം അതിൻ്റെ പ്രതിഫലമുണ്ട്. വഖഫിൻ്റെ മസലയായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇതാ നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ തന്നെയും പറഞ്ഞിരിക്കുന്നത് അവരെ ഇത്രയും കാലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് അവരെ കുടിയിറക്കാനോ മറ്റോ പാടില്ല. മറ്റു ബദൽ സംവിധാനം കാണുകയോ ആ നിലക്കുള്ള ഒരു സമവായത്തിലെത്തുകയോ ചെയ്തുകൊണ്ട് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ഇതാണ് നമുക്കിപ്പോൾ ആ വിഷയത്തിൽ പറയാനുള്ളത്. സഹോദരങ്ങളെ, ഒരു സഹോദരി ഐസിയുവിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 ആളുകൾ മരണപ്പെട്ടു പോയി. നമ്മളെ സഫിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ട വിവരം നമുക്ക് അറിയാമല്ലോ. അള്ളാഹു അതുപോലെ മറ്റൊരാൾ മരണപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഖബറുകൾ വിശാലമാക്കി അനുഗ്രഹിക്കുകയും പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗിയായി യേശുവിൽ പ്രയാസപ്പെടുന്ന സഹോദരിക്കുള്ള ശിഫ നൽകുകയും അതുപോലെ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് എല്ലാവിധ ശിഫയും അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സകല രോഗങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാരുണ്യവാനായ റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.